ഹായ് ഹലോ. ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. കുറച്ച് മാമ്പഴം കിട്ടി, അപ്പോൾ പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് കരുതി. ഞാനൊരു 8 മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ചെറിയ മാമ്പഴമാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3-4 പച്ചമുളക് കീറിയതിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തു. ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി. ഇത് നമുക്കൊരു 8-10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇതിന് അരപ്പുണ്ടാക്കണം. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചല്ല ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതേപോലെ ഒരു 3-4 ചുവന്നുള്ളി. ഞാനിത് അരിഞ്ഞാണ് ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് അരയട്ടെ എന്ന് കരുതി. എന്നിട്ട് നമുക്കിതൊന്ന് അരയ്ക്കണം. നമുക്ക് പാകത്തിന് വെള്ളവും കൂടി ചേർത്തൊന്ന് അരയ്ക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവായിട്ടുണ്ട് കേട്ടോ അരപ്പ്. അപ്പോൾ മാമ്പഴം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ അരപ്പും കൂടി ഒന്ന് തിളയ്ക്കണം. അത് 1 മിനിറ്റിനുള്ളിലൊന്ന് തിളച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പയ്യെ തിളപ്പിക്കാം. അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് മോരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് മോരൊഴിച്ച് കൊടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പാകത്തിനുള്ള മോര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മോര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പം ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മോര് ചേർത്തിരിക്കുന്നത്, അത് വിട്ടുപോകരുതേ. അപ്പോൾ ഞാൻ മോരിന് നല്ല പുളിയുള്ളത് കൊണ്ട് അതിനകത്തേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തു കേട്ടോ. പിന്നെ മാമ്പഴത്തിന് അധികം മധുരമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒന്ന് എണ്ണ തളിക്കണം. അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുത്തു. കടുകിട്ട് കൊടുത്തതിന് ശേഷം കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകല്ല, കറിവേപ്പിലയും ചുവന്നുള്ളിയും ഒരു 2-3 വറ്റൽ മുളകും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ഇട്ടു. അതിന് ശേഷം 2-3 വറ്റൽ മുളകും കൂടി ഇട്ടു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ഷെയ്ഡാകുന്ന വരെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിലേക്ക് ഞാൻ പയ്യെ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അപ്പം തന്നെ അത് ഇളക്കുന്നില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുക്കുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണേ. കണ്ടോ, മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോൾ പൊതുവേ മാമ്പഴ സീസൺ ആയതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കറിയും കൂടിയാണ് ഇത്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.